തൃശൂർ മാളയിൽ ലഹരിക്ക് പണം കണ്ടെത്താനായി മുളകുപൊടി എറിഞ്ഞ അംഗനവാടി ജീവനക്കാരിയുടെ മാല മോഷ്ടിച്ചു. സംഭവത്തിൽ വൈന്തല സ്വദേശി അഞ്ജനയെയും 2 ആൺ സുഹൃത്തുക്കളെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രതികളിൽ ഒരാൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല. ഇന്നലെ വൈകുന്നേരമായിരുന്നു കേസിനാസ്പദമായ സംഭവം. വൈന്തലയിലെ അംഗനവാടിയിൽ നിന്നും ജോലി കഴിഞ്ഞ് വെണ്ണൂരിലെ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് നടന്നു വരികയായിരുന്ന നെല്ലിശ്ശേരി വീട്ടിൽ മോളി ജോർജ് എന്ന അധ്യാപികയുടെ കണ്ണിൽ മുളകുപൊടി എറിഞ്ഞ് മാല പൊട്ടിക്കുകയായിരുന്നു. വൈന്തല സ്വദേശിനി കടമ്പനാട്ട് വീട്ടിൽ അഞ്ജന, മേലട്ടൂർ സ്വദേശി കാരക്കാട്ട് വീട്ടിൽ ജീസൻ, ഇവരുടെ സുഹൃത്തായ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയും ചേർന്നായിരുന്നു മോഷണം. കൃത്യമായ നിരീക്ഷണത്തിലൂടെയാണ് പ്രതികൾ മോഷണത്തിന് പദ്ധതിയിട്ടത്. മോളി ജോർജ് വർഷങ്ങളായി വൈന്തല അംഗനവാടിയിലേക്ക് വെണ്ണൂരിലെ വീട്ടിൽ നിന്ന് ജോലിക്കും തിരിച്ച് വീട്ടിലേക്കും നടന്നാണ് പോകുന്നത്. ഇത് മനസ്സിലാക്കിയ പ്രതികൾ മോളി ടീച്ചർ വരുന്നതും പോകുന്നതും ദിവസങ്ങളോളം നിരീക്ഷിച്ചിരുന്നു. തിങ്കളാഴ്ച വൈകിട്ട് സമീപത്തൊന്നും ആളുകളില്ലെന്ന് ഉറപ്പുവരുത്തിയാണ് കണ്ണിൽ മുളകുപൊടി എറിഞ്ഞത്. കഴുത്തിൽ ഞെക്കിപ്പിടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം കഴുത്തിലെ മാല ബലമായി വലിച്ച് പൊട്ടിച്ച് മോളി ടീച്ചറെ റോഡിലേക്ക് തള്ളിയിട്ടതിന് ശേഷമാണ് രക്ഷപ്പെട്ടത്. പറമ്പിൽ 3 പേര്, 2 പയ്യനും ഒരു പെൺകുട്ടിയോടെ വർത്താനം പറയണത് കണ്ടു. അത് കഴിഞ്ഞ് 3 വണ്ടികൾ വന്നിട്ട് ഇങ്ങനെ ഞാനിങ്ങനെ സൈഡ് ഇങ്ങനെ തിരിഞ്ഞു നിന്ന് വണ്ടി പോയതിന് ശേഷം അതിലൊരു പയ്യൻ പിന്നാലെ വന്നുകൊണ്ട് ഇങ്ങനെ ഫോൺ ചെയ്തോണ്ട് വന്നുകൊണ്ട് ഇങ്ങനെ നിക്കടാ ഞാൻ വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പിന്നാലെ ഫോൺ ചെയ്ത് വരണ്ടായിരുന്നു. അങ്ങനെ അത് ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇങ്ങനെ മുളകുപൊടി ഇങ്ങനെ കണ്ണിലേക്ക് ഇങ്ങോട്ട്. നിലവിളി കേട്ട് നാട്ടുകാർ ഓടിക്കൂടുന്നതിന് മുമ്പ് തന്നെ പ്രതികൾ സംഭവസ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടിരുന്നു. പ്രധാന പ്രതിയായ അഞ്ജനയുടെ വീട്ടിലെത്തിയ പ്രതികൾ മാല വിൽപ്പന നടത്തുന്നതിനായി ചാലക്കുടിയിലേക്കാണ് പോയത്. പ്രതികളിൽ ഒരാളായ അഞ്ജനയെ മോളി കൃത്യമായി കണ്ടിരുന്നു. ഇതോടെ പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചന പോലീസിന് ലഭിച്ചിരുന്നു. ചാലക്കുടിയിലെത്തിയ പ്രതികൾ ജ്വല്ലറിയിൽ താലി മാത്രം വിറ്റ് പണം വാങ്ങുകയും ചെയ്തു. ഇവരുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയായിരുന്ന അന്വേഷണ സംഘം അഞ്ജനയെ വെണ്ണൂരിൽ നിന്നും ജീസനെയും പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെയും പുറക്കുളം പാലത്തിന് സമീപത്തു നിന്നുമാണ് പിടികൂടിയത്. പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ജീസനെ അന്വേഷണ സംഘം പിന്തുടർന്ന് പിടികൂടി. ലഹരിക്ക് പണം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് മോഷണം നടത്തിയതെന്നാണ് പ്രാഥമിക മൊഴി. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.